ഹായ്, ഈ ഒരു വർഷം ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങി ഒരുപാട് ക്രിട്ടിക്സിൻ്റെ ഇടയിൽ നിന്നും പ്രശംസകളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമ ചിത്രമായിരുന്നു സന്തോഷം എന്നുള്ളത്. ഈ ഒരു സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ പ്രദർശനം നടത്തി. അത് അവിടെ മാത്രമല്ല, ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനം നടത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഓസ്കാർ എൻട്രി വരെ കിട്ടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെന്നൊന്നും ചോദിച്ചു വരരുത്, കോപ്പിറൈറ്റ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വ്യക്തമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ചിന്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ കഥ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചിത്രത്തിലെ നായികയുടെ പേര് സന്തോഷം എന്നുള്ളതാണ്. അത് സന്തോഷ് സൈനി എന്നുള്ളതാണ് നായികയുടെ പേര്. എന്തായാലും ഇവളുടെ ഹസ്ബൻഡ് പോലീസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഡ്യൂട്ടിക്കിടയിൽ വെച്ച് തന്നെ ആൾ മരണപ്പെടുകയും ചെയ്യുകയാണ്. തന്മൂലം ഈ ഒരു ജോലി എന്ത് ചെയ്തു, നമ്മുടെ നായികയിലേക്ക് കൈമാറി. നിങ്ങൾക്കറിയാലോ, അത് ഹസ്ബൻഡ് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ആ ഒരു ജോലി നമ്മുടെ നായികയിലേക്ക് കിട്ടുകയാണ്. അങ്ങനെ നായിക ജോയിനൊക്കെ ചെയ്തു. അങ്ങനെ അത് അവളുടെ അരികിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു കേസ് വരികയാണ്. ആ കേസ് എന്നുള്ള ഒരു മർഡർ കേസാണ്, ഒരു പെൺകുട്ടിയുടെ മരണം എന്നുള്ളതാണ്. എന്നാലും ആ ഒരു കേസ് അന്വേഷിക്കുന്നതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് സ്വഭാവം എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് വശം എന്നുള്ളത്. അത് കഥാപരമായിട്ട് നോക്കിയാലും അതുപോലെ തന്നെ മേക്കിംഗ് ബേസിൽ നോക്കിയാലും ആ ഒരു റിയലിസ്റ്റിക് ആ ഒരു സംഭവം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ക്രിട്ടിക്സിൻ്റെ ഇടയിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നത്. അതും വെറും ഒരു അവാർഡ് ഫിലിം പോലെയൊന്നും അല്ല പോകുന്നത് കേട്ടോ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ഫിലിമാണെന്ന് ഓർത്ത് നിങ്ങൾ വെറും ഈ അവാർഡ് ടൈപ്പിലായിരിക്കും പോകുന്നതെന്ന് ഓർക്കണ്ട. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നെയാണ് സിനിമ പോകുന്നതെന്ന് പറയാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമയുടെ കഥ തിരക്കഥയിലൂടെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കൺവീൻസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചു തരുന്നത്. അതും നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ ഇന്ന് നിലനിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ വ്യക്തമായിട്ട് സിനിമയിലൂടെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത്. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷനും പോകുന്നുണ്ട്. കുറച്ച് സസ്പെൻസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. ക്ലൈമാക്സ് വരെ ആ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ ടേൺ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നെയാണ് കഥയും തിരക്കഥയും പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. കൂടാതെ ഒരു പ്രകടനം എന്നുള്ളതും സിനിമയ്ക്ക് വലിയൊരു മാറ്റ് തന്നെയാണ്. അതായത് നായികയായിട്ട് സന്തോഷം എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഷഹാന ഗോസ്വാമി എന്ന് പറയുന്ന ആക്ട്രസ്സാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപക്ഷെ ഒരു മികച്ച നടിക്കുള്ള ഒരു ഓസ്കാർ കിട്ടിയാൽ പോലും അതിശയപ്പെടേണ്ട കാര്യമില്ല. അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളിക്കാരത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു സിനിമ ആ ഒരു ആക്ട്രസിൻ്റെ ഷോൾഡറിലായിരുന്നു സ്റ്റാർട്ട് ടു എൻഡ് എന്ന് പറയാൻ സാധിക്കും. അത്രയും ഗുഡായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ആക്ട്രസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സീനിയർ ഓഫീസറായിട്ട് ഒരു ലേഡി ക്യാരക്ടറോട് എത്തുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ സുനിത രാജ്വാൾ എന്ന് പറയുന്ന ആക്ട്രസ്സാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെക്നിക്കലി നോക്കി കാണുമ്പോഴത്തേക്കും ഈ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ചയാണ് എടുത്തു പറയണം. കാരണം അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഓരോ സീൻസും തോന്നിയതിനുള്ള പ്രധാന കാരണം ആ ഒരു ക്യാമറ കാഴ്ച അത്രത്തോളം നാച്ചുറലായിട്ട് നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതും നമുക്കറിയാലോ, ഈ അവാർഡ് ഫിലിംസിലൊക്കെ ഈ ക്യാമറ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫീലിലല്ല നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് ഒരു വളരെ റിയലിസ്റ്റിക് ആണല്ലോ എന്ന് തോന്നിക്കാതെ അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ ഫീലും കൂടെ കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് ആ ഒരു ക്യാമറ കാഴ്ചയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ പറയുമ്പോഴേ ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടിയെടുത്ത സിനിമയാണ് എങ്കിൽ കൂടിയും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു 1-2 വസ്തുതകളുണ്ട്. ഒന്ന്, ഈ ഒരു സിനിമ ഒരു സ്ലോ പേസ് ഫിലിമാണ്. അത് നിങ്ങൾക്ക് ഫാസ്റ്റ് പേസിലുള്ള സിനിമകളെ കാണാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്രത്തോളം ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ചെയ്യിക്കുമെന്ന് അറിയത്തില്ല. കാരണം അത്രത്തോളം സ്ലോ ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. 2 മണിക്കൂർ എടുത്ത് സിനിമ സഞ്ചരിക്കുന്നുണ്ട്. അത്രത്തോളം സ്ലോ ആയിട്ടാണ് പോകുന്നത്. കൂടാതെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് ഈ ഒരു സിനിമ റിയലിസ്റ്റിക് സിനിമയാണ്. അതുകൊണ്ട് തന്നെ കാണിക്കുന്ന കാഴ്ചകൾ പ്രത്യക്ഷത്തിൽ കണ്ട് വിലയിരുത്തി പോയി കഴിഞ്ഞാൽ ഇതൊരു ഓക്കെ ഫിലിമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. മറിച്ച് ഇതിൽ കാണിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ അതിലോട്ട് ഇഴുകിച്ചേർന്നിരുന്ന് കാണുകയാണെങ്കിൽ ഓരോ കാഴ്ചകളിലും ഒരുപാട് അർത്ഥങ്ങൾ കാണും. അതായത് എസ്പെഷ്യലി പറയേണ്ടത് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലെ നിലവിലെ ആ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ സിസ്റ്റം എന്നൊക്കെയുള്ളൊരു കാര്യമാണ് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ജാതീയ വെറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല സിനിമയായിരുന്നു കേട്ടോ. ഒരു റിയലിസ്റ്റിക് ആയിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോ. അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കണ്ടു തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊള്ളായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇത് പറ്റാത്തവർ പോകരുത്. സ്ലോ പേസ് സിനിമകൾ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്ക് കൊമേഴ്ഷ്യൽ സിനിമകളെ പറ്റുള്ളൂ എന്നുള്ളവർ പോകണ്ട. അല്ലാത്ത ഓഡിയൻസ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിനിമയ്ക്ക് ഒരു 7/10 ആണ് നൽകുന്നത്, 10/7. എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാം. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള 18+ കണ്ടന്റും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.